ബിഗ് ഡേ, ബർത്ത്ഡേ November 1st. സോ ഞങ്ങളൊക്കെ റെഡിയായി. അടിപൊളി സാരി എങ്ങനെയുണ്ട്? ഞാനും എത്തും ഏകദേശം. അതെ. അപ്പോൾ ഇതാണ് കേട്ടോ സാരി. ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് എടുത്ത സാരിയാണ്. സിമ്പിൾ ആസാം സിൽക്ക് സാരി. ഗീതു ഗോൾഡൻ കളർ. ഞാൻ രണ്ടുപേരും ഫോട്ടോ എടുത്തരും. ഇനി ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതേ ഇറങ്ങി പോകാൻ നിൽക്കുകയാണ് ഹാളിലേക്ക്. ശരിക്കും 11 മണിക്കാണ് ടൈം പറഞ്ഞിരുന്നത്. 10:30 ആളുകൾ എത്തി തുടങ്ങി. അപ്പം നമ്മൾ അവിടേക്ക് പോയില്ലെങ്കിലും മോശമല്ലേ. അപ്പം അമ്മയുടെ സാരി ഷീമാട്ടിന്നാണ് കേട്ടോ. എടപ്പാൾ ഷീമാട്ടിയുടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. മിത്തുക്കുട്ടി മുംബൈയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്തിട്ടുള്ള ഷറാറയാണ്. മാഡി, നിക്കി എല്ലാവരും നന്നായി വലുതായി. മാഡീനൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, കുട്ടികളൊക്കെ എത്ര പെട്ടെന്നാണല്ലേ വലുതാവുന്നത്. അപ്പം നമ്മൾ ഹാളിൽ എത്തിയപ്പോൾ തന്നെ നമ്മളൊരു വയലിനിസ്റ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോട്ടോ സെഷൻസ് ഒക്കെ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കേക്ക് കട്ടിങ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കസിൻസിൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ നമ്മൾ ഫോട്ടോഗ്രാഫറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ നമ്മളടുത്ത്, പക്ഷേ എന്നാലും നമുക്ക് ഫുൾ ഓൺ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഫോട്ടോ എടുക്കലും പരിപാടികളൊന്നും നടക്കില്ല നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ ഏൽപ്പിച്ച കാരണം പിന്നെ നന്നായിട്ട് എടുത്തോളും എന്ന് നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുറച്ച് അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ തലേ ദിവസം വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരും അത്യാവശ്യം വളരെ സിമ്പിളായി നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള, കാരണം 60th ബർത്ത്ഡേ അല്ലേ, ഭയങ്കര ഗംഭീരമായിട്ടൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതും നല്ല ഭംഗിയിൽ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. കേക്കാണെങ്കിലും എല്ലാ സംഭവങ്ങളും നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച് അവരോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെയായിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചേക്കാളും എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ എല്ലാവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി, പിന്നെ അച്ഛൻ്റെ ഒറ്റപ്പാലത്തുള്ള ഫാമിലിയാണിത്, അച്ഛമ്മയുടെ. അപ്പോൾ ഇത് അവരും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഫാമിലി, അതായത് അമ്മമ്മയുടെ ഫാമിലി കോഴിക്കോടാണ്. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നാനിയാണ് മുത്തശ്ശൻ്റെ, അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു വലിയ കുടുംബമായതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇവൻറ്റ് ഹാളിൽ വെച്ച് നടത്താൻ തന്നെ കാരണം അതാണ് കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ ഒരിക്കലും ഇത്രയും പേര് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 300-ന് മേലെ ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ഇവൻറ്റൊക്കെ ആയിട്ട് നടത്താനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എന്താ വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും എല്ലാവരെയും വിളിക്കണം. അവർ നാട്ടിൽ സജീവമായതുകൊണ്ട് തന്നെ, നാട്ടിൽ കുറേ പ്രവർത്തനങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും വിളിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ രമേശേട്ടൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് നടത്താം എന്ന് വിചാരിച്ചത്. ബർത്ത്ഡേ ഒക്കെ നമ്മളൊരു ഹാളിൽ വലിയ രീതിയിൽ നടത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലല്ലോ പ്രോഗ്രാംസ്. അപ്പം നമ്മളൊരു ആളുകൾക്ക് ബോറടിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ എന്താ പറയുക പാട്ടും വയലിനും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതും. അതൊരു ആൾക്കാർക്കൊരു ഭയങ്കര രസമാവില്ലേ, അതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പം ഞങ്ങളെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ഡാൻസും തട്ടിക്കുട്ടി അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ വെച്ച് അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി എല്ലാവർക്കും. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര ബോറടിയില്ല, പ്ലെയിൻ ആയ പോലത്തെ ഒരു ഫീലല്ലേ, കല്യാണം പോലെയല്ലല്ലോ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക അങ്ങനത്തെ ഒരു ഇവൻറ്റ് എന്തായാലും വെച്ചേ പറ്റൂന്നുണ്ടായിരുന്നു കേട്ടോ.
കട്ടിങ് കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ ഫസ്റ്റ് ഞങ്ങളുടെ തിരുവാതിരക്കളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഒരൊറ്റ ദിവസം രാത്രി കൊണ്ട് തട്ടിക്കുട്ടിതാണ്. ഇവരൊക്കെ പലരും പല സ്ഥലത്തുനിന്ന് വന്നവരായിട്ട് ചിലരൊക്കെ രാവിലെയാണ് പഠിപ്പിച്ചെടുത്ത്. എന്തൊരു കോൺഫിഡൻസാണെന്ന് നോക്കിയത്. പക്ഷേ ഞങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ചതാണ് ആരും പറഞ്ഞില്ല കേട്ടോ. എല്ലാവരും അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും നന്നായി എൻജോയ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ വയലിൻ തന്നെയായിരുന്നു കേട്ടോ മെയിൻ അട്രാക്ഷൻ. അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് പാട്ടുകാരും ഉണ്ടായിരുന്നു. ഇത് വൈറൽ ഗായികയായിട്ടുള്ള ഹൃദയാണ്. നമ്മുടെ റിലേറ്റീവാണ്, നമ്മുടെ നാട്ടുകാരിയാണ്, പ്രൊഫഷണൽ സിംഗറാണ്, മ്യൂസിക് ടീച്ചറാണ് എന്നൊക്കെ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെയും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരും എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം നമ്മുടെ വലിയമ്മമാരും ചെറിയമ്മമാരും വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും അങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും നല്ല രീതിക്ക് തന്നെ ശരിക്കും പ്രൊഫഷണൽ സിംഗേഴ്സാണെന്ന് തന്നെ നമുക്ക് പറയാം. അല്ലാതെ ചുമ്മാ പാടല്ല കേട്ടോ. അക്കു ആണെങ്കിലും അക്കു എന്ന് വിളിക്കാൻ നന്നായിട്ട് പാടും. പക്ഷെ ഇതിൻ്റെ പാട്ടുകളൊക്കെ ഇല്ലേ, കരോക്കെ ആയ കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നിർഭാഗ്യവശാൽ എല്ലാ പാട്ടുകളും നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നല്ല രസമായിട്ട് എല്ലാവരും പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണമാണ് ഈ പാട്ടുകളൊന്നും ഇടാൻ പറ്റാത്തത്. അതല്ലാതെ ജസ്റ്റ് ഇങ്ങനെ കരോക്കെ ഇല്ലാതെ പാടിയ പാട്ടുകളൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയത്. എന്തായാലും നമ്മുടെ ഡാൻസ് ആണെങ്കിലും പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്യാൻ പറ്റി. പിന്നെ ഫോട്ടോ സെഷൻസ് ആണ്. പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എന്തൊക്കെ പറഞ്ഞാൽ ഫോട്ടോസ് ആണല്ലോ അല്ലേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ കസിൻസിൻ്റെ കൂടെയുള്ള ഫോട്ടോസും. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. രംഷയുടെ വീട്ടിൽ നിന്നാണെങ്കിലും ജയൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും. പിന്നെ അമ്മയുടെ വീട് പൊന്നാനിയാണ്, പക്ഷേ അമ്മമ്മയുടെ വീട് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഒരുപാട് പേര്, കാരണം അമ്മമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് കോഴിക്കോടും അമ്മയുടെ അച്ഛൻ്റെ ഫാമിലിയാണ് പൊന്നാനി. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ, പിന്നെ അച്ഛൻ്റെ ഫാമിലി ഒറ്റപ്പാലാണ്, അപ്പോൾ അവിടെ നിന്നും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഈ കേക്കിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ, ആശേച്ചിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി. നമ്മുടെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ്, പക്ഷേ അടിപൊളി ബേക്കറാണ്. ഇൻസ്റ്റാ പേജ് ആണുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ അത് മെൻഷൻ ചെയ്തിട്ട് കാര്യമില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇത് കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊരു 2 kg എഗ്ലെസ് കേക്ക് KR ബേക്സ് കുട്ടനാടുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാതും സൂപ്പറായി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം വന്നു കേട്ടോ. സമയം എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി ആയിട്ടുണ്ടാവും കേട്ടോ. എല്ലാം അടിമുടി കഴിഞ്ഞു, എല്ലാവരും പോയി. ഇപ്പോൾ അതാ ഫൈനൽ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ ആ ബലൂണൊന്ന് പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് അഴിച്ചിട്ട് നമ്മൾ പോവാണ്. അത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് എങ്ങനെ ഉണ്ടായിരുന്നു രംഷേടാ?
എല്ലാവരും പോലെ പറഞ്ഞത് അതാണ്. ഭയങ്കര സത്യം പറയാൻ പറയില്ല, ഒരു കല്യാണം കഴിഞ്ഞ ഫീലായിരുന്നു ശരിക്കും. ഒരു പിറന്നാൾ നല്ലൊരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം. ഇന്നാണെങ്കിൽ അതിഗംഭീരമായി വയലിനാണെങ്കിലും പാട്ടുകളാണെങ്കിലും നമ്മുടെ ഫാമിലിയിലെല്ലാവരും പാട്ടുപാടി, എല്ലാവരും നമ്മുടെ നൈബേഴ്സ് ആയാലും എല്ലാവരും പാട്ടുപാടി തിമിർത്ത് എൻജോയ് ചെയ്തു. വന്നവരൊക്കെ ഒരേപോലെ പറഞ്ഞത് ഇതാണ്, നന്നായി എൻജോയ് ചെയ്തു. നമുക്കിങ്ങനെ കൂടാനുള്ള അവസരങ്ങൾ വളരെ കുറവല്ല ആക്ച്വലി ഇപ്പോൾ. പ്രത്യേകിച്ചും എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും വരുമ്പോഴൊന്ന് കൂടുക എന്നുള്ളത് തന്നെ, കാണുക എന്നുള്ളത് തന്നെ ഒരു വലിയത്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കൂടാൻ പറ്റി. ഇനി വീട്ടിൽ പോട്ടെ. അപ്പോൾ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ടായിരുന്നു അമ്മ? അമ്മയാണ് പറയണ്ടേ. പിറന്നാളൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും അടിപൊളിയാക്കി കുട്ടികളും സുരേഷനും നടത്തി. പിന്നെ എന്താ പറയുക, ഞങ്ങൾ വിളിച്ചവരെല്ലാവരും വന്നു. വിളിച്ചവരെല്ലാവരും എത്ര ദൂരത്തുനിന്ന് എത്തി. പിന്നെ എല്ലാതും ഗ്രാൻഡായിട്ടോ ഭക്ഷണം സദ്യ അടിപൊളിയായിരുന്നു. രമേശേട്ടൻ എന്താ പറയുക, ഒരു കൊല്ലത്തിന് ശേഷം എന്ന് പറയാം പരിപ്രഥമൻ 3 ഗ്ലാസ് കുടിച്ചു. രമേശേട്ടൻ നമ്മുടെ നാട്ടിലെ സദ്യ ഭയങ്കര ഇഷ്ടം. പരിപ്രഥമൻ അടിപൊളിയായിരുന്നു. സുരേൻ്റെ വീട്ടിലുള്ളൊരു ആളെന്നെ വെച്ചത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നവരും പറഞ്ഞു സൂപ്പറായിട്ടുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയായി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു, ശരിക്കും അച്ഛന്റെ പിറന്നാളിനേക്കാൾ അടിപൊളിയായി. നമ്മൾ അച്ഛന്റെ പിറന്നാൾ ഇതുവരെ ഏറ്റവും അടിപൊളിയായി നടത്തി വിചാരിച്ചു. പക്ഷെ എല്ലാവരും കൂടിയിട്ട് എല്ലാവർക്കും പാട്ട് പാടാനും ഡാൻസ് ആയാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഗെറ്റ് ടുഗദർ ആയി. ആക്ച്വലി പിറന്നാളിനേക്കാളും അല്ലേ ഒരു ഗെറ്റ് ടുഗദർ ഫീൽ. അതാണ് എല്ലാവരും പറഞ്ഞത്, ഒരു ഗെറ്റ് ടുഗദർ ഫീൽ ആയി. ഇനി എപ്പോഴാ അതുപോലെ കാണുക, ഇനി ഒരു കല്യാണമൊക്കെ എപ്പോഴാ വരാന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അത് ഭയങ്കര രസമായി. അങ്ങനെ പിന്നെ ഹോളിൽ വെച്ച് നടത്തിയോണ്ട് ഒന്നും കൂടെ നന്നായി. ഹോള് എന്താ വെച്ചാല് ഉണ്ടാക്കുമ്പോ തന്നെ ഗീതൊക്കെ പറഞ്ഞു നമ്മുടെ പിറന്നാൾ ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത്. അന്ന് നമ്മള് മനസ്സിൽ വിചാരിച്ചിട്ടും കൂടി ഇല്ല അങ്ങനെ ഇത്രയും ഗംഭീരാവുമെന്നൊന്നും കേട്ടോ. പക്ഷെ എന്തോ ദൈവത്തിന്റെയും കാരണന്മാരുടെ അനുഗ്രഹം. പിന്നെ മഴയും അധികം മിഞ്ഞാന്ന് വരെ പറഞ്ഞിരുന്നു അയ്യോ ഇവിടെ മഴയോട് മഴയാണെന്ന്. അപ്പൊ ഒരു ടെൻഷനായിരുന്നു എൻ്റെ അമ്മ, എങ്ങനെ മഴ പെയ്താൽ എങ്ങനെ നടത്തുമെന്ന്. അപ്പൊ അതുമില്ല, നല്ല വെയിലായിരുന്നു ഇന്ന്. എല്ലാം അടിപൊളിയായി. അതെ, ഇത് പാട്ടൊക്കെ നമ്മളൊക്കെ സെറ്റ് ചെയ്തതൊക്കെ സുരേഷിന്റെ വീട്ടിലെ റിലേറ്റീവ്സ് ആണ്. പക്ഷെ അതൊക്കെ ഒന്നിനൊന്നും മെച്ചായി എല്ലാം. ആൾക്കാർക്ക് ഒരു കുറവില്ലാത്തതുകൊണ്ട് അടിപൊളിയായി. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു ബർത്ത്ഡേ മുഹൂർത്തം ഉണ്ടാക്കി കൊടുക്കാൻ, നല്ലൊരു മെമ്മറി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഡബിൾ ബർത്ത്ഡേ. ഇന്ന് ശരിക്കും നമ്മുടെ ബർത്ത്ഡേ ആട്ടോ, November 1 കേരളം. എന്റെ പിറന്നാൾ ഇപ്പൊ 3ാമത്തെ ദിവസമായിട്ടോ. ഫസ്റ്റ് നാള് ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇന്നലെ എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം കുട്ടികളെ ഡാൻസും ഒക്കെ ഇട്ട് അങ്ങനെ ആഘോഷിച്ചു. ഇന്നിപ്പോ ഒരു കല്യാണ ഫീൽ. എനിക്കൊരു കല്യാണ ഫീലായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, കസിൻസ് ഒക്കെ. അതുകൊണ്ട് അടിപൊളിയായി. ഇന്നിപ്പോൾ November 1 കേരളപ്പിറവിയുടെ ദിവസം. ഇന്നാണ് അമ്മ ശരിക്കും ജനിച്ച ദിവസം. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ അതാണ്. അപ്പം ഇന്ന് തന്നെ നമുക്ക് നടത്താനും പറ്റി, അതൊരു ഭാഗ്യം. അങ്ങനെ വിളക്കൊക്കെ എടുത്ത് പോവുകയാണ് ഞങ്ങൾ. വിളക്കും താലൊക്കെ എടുത്ത് നടക്കട്ടെ. അങ്ങനെ പിറന്നാളൊക്കെ വിചാരിച്ചാലും ഗംഭീരമായി നടത്താൻ പറ്റി. അതിലുപരി നിങ്ങളുടെ എല്ലാവരുടെയും വിഷസ് കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ടുണ്ടായിരുന്നു. അതിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കണം. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ബൈ.